അവരിതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. രണ്ടുപേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇതുവരെ അവരെ കണ്ടെത്താനോ അവരെവിടെയാണെന്ന് ഒന്നും അറിയത്തില്ല. എന്നിട്ട് ആ 3 പേർക്ക് ഇതുവരെ ജോയിൻ ചെയ്യാൻ സമയമായിട്ടില്ല. ഇതിന്റെ മുകളിലുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. അവരോട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്ക്. അല്ല, ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്നെങ്കിലും അറിയാവോ? താനൊന്ന് വെയിറ്റ് ചെയ്യും. അവരിപ്പോ ഉള്ളത് അവരുടെ നാട്ടില, ഇന്ത്യയിൽ. സനി സരി രി രി ഗ മ പദ നി ര മ ഗ സ. സനി സരി രി രി ഗ മ പദ നി സരി ഗ സനി ര മ ഗ സ രി ഗ മ പദ മ പദ നി ര മ മ ഗ സ നി ധ നി സരി ഗ മ സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ മനം മുന്തിയതോ വിഴി മുന്തിയതോ കരം മുന്തിയതോ எனவே ഉയർ സന്ദിര സൂടർ കുറുമ്പലൈസർ സംഗനി വീതിയിലേ മനം മുന്തിയതോ വിഴി മുന്തിയതോ കരം മുന്തിയതോ எனவே. ഒരു ചായ ചോദിച്ചിട്ട് എത്ര സമയമായിരിക്കണം? കൊണ്ടുവരാൻ താല്പര്യമില്ല വെച്ചാ പറഞ്ഞാ മതി. ഞാനിങ്ങ അടുക്കള കയറി ചായ ഇടാം, എന്നിട്ട് എല്ലാവർക്കും കൂടി തരാം. അതെങ്ങനെയാ? എന്റെ ആമക്കളെ പറഞ്ഞാ മതിയല്ലോ, അവരല്ലേ എല്ലാത്തിനും വളം വെച്ച് തരുന്നത്. കഷ്ടം തന്നെ. അതിലൊരു തിരുത്തുണ്ട് അച്ഛൻ പറയുന്നതിനെ എതിർത്ത് എന്തെങ്കിലും ഇതുവരെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും പറഞ്ഞിട്ടുണ്ടോ? മറ്റേ ചിലരെ പോലെ അല്ല. ഓ, ഈ സ്ത്രീക്ക് അടുക്കളയിൽ വേറെ ജോലിയൊന്നുമില്ലേ? ഇരുത്തിയിൽ എണ്ണ അടിക്കാനായിട്ട് വന്നിരിക്കുക. അത് ഞങ്ങൾക്ക് അച്ഛനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? എന്നാ അച്ഛൻ ചായ കുടിക്ക്, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എടുപ്പത് പണിയുണ്ട്. അച്ഛ, ദേവേട്ടൻ തിരുമേനിയെ കാണാൻ പോയിട്ടുണ്ട്. അച്ഛനോട് പറയാൻ പറഞ്ഞു. എന്റെ മഹാദേവ, നീ തന്നെ ഈ തറവാടും ഈ നാടും കാത്തോണേ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഇതെവിടെ പോയി? ഈ വീട്ടിലുള്ളവർക്കൊന്ന് സഹായിക്കണമെന്ന് പോലും ഒരു ചിന്തയില്ല. ഈ മായ എവിടെ പോയി കിടക്കുന്നുണ്ടോ? എന്താണ് രാധികേട്ടത്തി ഒറ്റയ്ക്കത് ഒരു സംസാരം? എന്റെ അമ്മ കരിപ്പ് മൂടിലാണല്ലോ. എന്താ ഏട്ടത്തി, എന്തു പറ്റി? അതൊന്നും പറയണ്ട മായ. ആ അമ്പികേട്ടത്തി പാല പണിയാൻ കിട്ടുന്ന അവസരം അവര് നന്നായിട്ട് മുതലെടുക്കും. ഇന്ന് അച്ഛന്റെ അടുത്ത് വെച്ചായിരുന്നു. അത് സാരമില്ല ഏട്ടത്തി, അവരുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ ഏട്ടത്തി. അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. അല്ല മായ, അവന്മാര് 3 കൂടി നാട് ചുറ്റാനാണെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അച്ഛൻ 3 തിരക്കുന്നുണ്ട്. ആ, അത് തിരക്കാതിരിക്കണതാ നല്ലത്. ബിഗ് ബോസിലെ ലാലേട്ടൻ പറയും പോലെ ദേ പോയി ദാ വന്നു. മോമോനി എവിടെ തന്നെ തിരിഞ്ഞടക്കുകയാണെന്ന് ആർക്കറിയാം. 3 പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു.
നീ ഇങ്ങ് പോന്നേക്ക്, ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള മറ്റവന്മാർ രണ്ടുപേരെയും കിട്ടിയിട്ടില്ലല്ലോ. എന്തിനാടാ നീ ബുദ്ധിമുട്ടുന്നത്? ഈ ഒരാട്ടുംകുട്ടിയുടെ ഉള്ളപ്പോ മറ്റു രണ്ടാട്ടുംകുട്ടികൾ തന്നെ നിർത്തിക്കോളും. നമുക്ക് ഇവിടെ വെച്ച് മൂന്നിനും തീർക്കടാ. ഈ അണ്ണന്റെ ഒരു ബുദ്ധി. അണ്ണ അവന്മാര് രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. അനിയന്മാരപ്പം നിന്നെ എങ്ങോട്ട് അനിയന്മാരെ ഇത്ര ധൃതിപ്പെട്ട്? ഏയ് അതൊന്നുമില്ല ചേട്ടാ. ചേട്ടന്റെ തന്തയ്ക്ക് കുറച്ച് കഷായം കൊടുക്കാനുണ്ട്, അങ്ങോട്ട് പോവാ. എന്താ ചേട്ടൻ വരുന്നു? എടാ കാശി, ഇത് ഏത് പള്ളിയാടാ? ആ, എനിക്കറിയില്ല. എന്താ ചേട്ടാ, നമ്മളിതിപ്പോ കുറെ നേരമായല്ലോ ഈ കരയിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. അവൻ ഇതുവരെ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നത് പോലുമില്ല. ആ, നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ അവൻ പോകട്ടെ. ഈ ആട്ടിൻകുട്ടികളെ ആസ്വദിച്ച് കൊല്ലുന്നതിന്റെ ഒരു സുഖം അത് വേറെ ഒന്ന് തന്നെയാണ്. അവൻ വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. क्षेत्रपालक समर कौतुक खड्ग चालक रक्षकम् क्षात्रनायक स्फूर्तिदायक कार्य साधक दक्षकम् गुरुप्रहर्षण कारकम् मम पुत्र सन्निभवायकम् वात्सल्य भाव प्रेरकम्. ഒന്നും ചെറുക്ക, എന്താ, എന്തിനാ നിങ്ങൾ എന്നോട് നിൽക്കാൻ പറഞ്ഞത്? നീ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടില്ലേ, ചെന്നായക്കൂട്ടില് ഒരാട്ടുംകുട്ടി പെട്ട അവസ്ഥ. ആ അവസ്ഥയാണോ നിനക്കിപ്പോ? നീ എന്താടാ വിചാരിച്ചേ? മൈക്കിളിന്റെ ആൾക്കാരെ തല്ലിയിട്ട് നീയൊക്കെ ഇവിടെ വന്ന് സുഖിച്ച് ജീവിക്കാം. മൈക്കിൾ ആരാടാ നീയൊക്കെ? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഞങ്ങളാരാണെന്നൊക്കെ വഴിയെ മനസ്സിൽ ഇതിന്റെ കൂടെ ഉള്ളവരത്തിന് തീർത്തിട്ട് നിങ്ങളുടെ ആൾക്കാരും എത്തും. അപ്പൊ നിനക്കൊക്കെ മനസ്സിലാവും. ചാകാൻ പോകുന്നത് അവനല്ല, നിന്റെ കൂടെയുള്ള മറ്റവന്മാരെ. വേണേ പോയി രക്ഷിക്കിടാവന്മാരെ. തല്ലി കൊല്ലടാ ഇവനെ. നിന്റെ മൈക്കിളിനോട് ചെന്ന് പറഞ്ഞേക്ക്, ചെന്നായക്കൂട്ടിലല്ല ആട്ടുംകുട്ടി പെട്ടത്, ആട്ടുംകുട്ടില ചെന്നായ പെട്ടതും. അയ്യോടാ, നല്ലൊരു ഫൈറ്റ് സീന മിസ്സായി. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു കാശി. ആരാടാ സിത്തുവന്മാര്? ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അറിയില്ലടാ, ഏതൊരു മൈക്കിളെന്നാ പറഞ്ഞത്. അവനെന്നായാലും നമ്മുടെ കൈ കിട്ടും. അത് ശരിയാക്കാം. എന്നാ നമുക്ക് വീട്ടിലേക്ക് വിട്ടാലോ? ഇല്ലെങ്കിൽ പോരാളികള് സീലാക്കുമ്പോ
എപ്പോഴാ എത്തിയത് മൂന്നും കൂടി? ആ അത് വന്നിട്ടുണ്ട്. മൂന്നും കൂടി വെളുപ്പിലാ എത്തിയത്. എന്റെ തല തെറിച്ച പുത്രൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നീയാണല്ലേ വാതില് തുറന്നു കൊടുത്തത്. അച്ഛൻ അറിയണ്ട. അറിഞ്ഞ ഇനി അടുത്ത വഴക്കിന് അത് മതി. അല്ല, എന്താണ് എന്റെ മരുമക്കളെ രണ്ടുപേരും കൂടി ഒരു ചർച്ച? ഒന്നുമില്ലെന്നാ, ഞങ്ങള് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞു നോക്കിയായിരുന്നു. നിങ്ങളുടെ മുഖം ഒന്ന് മാറിയ ഈ അമ്മയ്ക്ക് അറിയില്ലേ? നിങ്ങൾ എന്റെ മരുമക്കളാണെങ്കിലും എന്റെ മോളെ പോലെ തന്നെയാ, എന്റെ ദേവിമോളെ പോലെ. ആ എല്ലാം അവളായിട്ട് തന്നെ നശിപ്പിച്ചില്ലേ? അല്ല, മൂന്നും എത്തിയോ? ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാം. നമ്മുടെ ഉറങ്ങുന്നതേയുള്ളൂ. എടാ കാശി, അഞ്ചു സിത്തു, എഴുന്നേൽക്കട പിള്ളേരെ. സമയത്തായെന്ന് നല്ല വിചാരമുണ്ടോ നിനക്കൊക്കെ? എന്താ മുത്തശ്ശി, അതിനിടയ്ക്ക് നേരം വെളുത്തോ? കുറച്ചുകൂടി ഇറങ്ങട്ടെ. എടാ കാശി, തോന്നിക്കടാ, അവിടെ ഒരു സുന്ദരി കൊച്ചു നിൽക്കുന്നു. എഴുന്നേറ്റ് നോക്കി. കൊച്ചാ എവിടെ? അയ്യേ, ഇതാണ് സുന്ദരി കൊച്ച്. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? ഞാൻ സുന്ദരിയല്ലേ? നീ പറയടാ മൂന്ന് സെക്കൻഡ്. കുഴപ്പമില്ല. ഡാഡാ മതി മതി, നീ എന്റെ അച്ഛനെ കളിയാക്കിയത്. പിന്നെ അച്ഛനെ നമ്മളോടൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ അനുസരിക്കുമോ? അച്ഛൻ ആദ്യം കാര്യം എന്താണെന്ന് പറയും, എന്നിട്ടുണ്ട് ബാക്കി. നിങ്ങളുടെ ഫോണില് എന്റെ ദേവിമോളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കടാ. എത്ര വർഷമായെന്നറിയാമോ ഞാൻ എന്റെ മോളെ എന്ന് കണ്ടിട്ട്? ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഈ അച്ഛനൊരു കോളാ, ഇവന്മാരിൽ നിന്ന് പണിക്കിടും. ഞാൻ കുളിക്കാൻ പോവാ, നിങ്ങൾ വരുന്നെങ്കി വാ. എന്റെ കൊച്ചുമക്കൾക്കും താല്പര്യമില്ല അച്ഛാ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ സങ്കടം ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കി പോണം. ആരും അത് കേൾക്കുകയും വേണ്ട. അച്ഛമ്മ അതുകൊണ്ടല്ല, അവന്റെ മുന്നിൽ വെച്ച് ഈ കാര്യം പറഞ്ഞ അവന് ദേഷ്യം വരത്തല്ലേ ഉള്ളൂ. അച്ഛമ്മ വിഷമിക്കാതിരിക്കും, നമുക്ക് കണ്ടുപിടിക്കാം. അച്ഛമ്മയുടെ അജുവല്ലേ പറഞ്ഞത്? അത് ചിരിക്കന്റെ സൈറ്റിൽ വെച്ചോ. എന്നാ ശരി, കുളിച്ചിട്ടോ. നിങ്ങൾ വന്നിട്ട് അച്ഛനുണ്ട് കഴിക്കുന്നു. നീയാണെന്താ ഇതിന്റെ പിന്നില്? നിന്റെ പരിണാമം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യാനാണ്? അച്ഛൻ അങ്ങനെയൊക്കെ പോകുമ്പോ എനിക്ക് സങ്കടം. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് എന്നെ നൈസായിട്ട് പറയിപ്പിച്ചത്. നിനക്ക് വേറെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രകാശ്. നീ അവന്റെ കയ്യിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു. സിത്തു, പാവോടെ സിത്തു, പോട്ടെ. ഒരു തവണത്തെ ഈ ക്ഷമിച്ചോളെ, നമ്മുടെ ചെക്കനല്ലേ. സോറിയടാ. അല്ല, എന്താണ് മുന്തലി പിരിഞ്ഞു? അങ്ങോട്ടും ഇങ്ങോട്ടും സോറ് പറയുന്നുണ്ടല്ലോ. മൂന്നിനെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. നാളെ മുതൽ ഹരിയുടെ കൂടെ ഫാക്ടറിയിൽ പോകാനാ പറയുന്നത്. ഹരിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങളെ മൂന്നിനെ പിടിച്ച് കെട്ടിക്കാൻ ഇവിടെയുള്ളവരുടെ തീരുമാനം. നീയൊക്കെ മൂന്നും എവിടെയെങ്കിലും വല്ല പെൺകുട്ടികളും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറയണം. സമയമാകുമ്പോ ഞങ്ങൾക്ക് പെണ്ണന്വേഷിച്ച് നടക്കണ്ടല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. രാധമ്മ ഓരോ അരിമണിയിലും അവനവൻ തിന്നേണ്ട പേരെഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ
അത് എവിടെയായാലും നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അല്ല ഭഗവതി എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാലും. ഞാനതല്ലട സിത്തു ആലോചിക്കുന്നത്. നിനക്കൊക്കെ ഇവിടെ നട പെണ്ണായിട്ട് നിന്നെയൊക്കെ പേടിച്ച് പെൺപിള്ളേരൊക്കെ ഈ പഞ്ചായത്ത് തന്നെ വിട്ടിട്ടുണ്ട്. അമ്മാതിരി കോഴിത്തരല്ലേ മൂന്നുകൂടി കാണിക്കുന്നത്. അമ്മ ഞങ്ങൾ പുറത്തു പോയിട്ട് വരാവേ. ഓ പിന്നെ പറയാനായിട്ട് തോന്നുന്നു. രാവിലെ കുളിച്ചൊരുങ്ങിയപ്പോ മരുമൂന്നും കൂടി കളക്ടർ ഓഫീസിലെ പോണേന്ന്. ആ കുമാരന്റെ ചായക്കടയിൽ ചെന്ന് വായി നോക്കാനല്ലേ അമ്മാര് പോകുന്നത്. പിന്നെ എന്നിട്ട് നീയൊക്കെ കാരണം മനുവിനും എന്റെ ഹരിക്കുട്ടനുമാണ് ചിത്രപ്പേര് കേൾക്കുന്നത്. അതങ്ങനെ അമ്മമാരുടെ മക്കൾക്ക് വളം വെച്ചു കൊടുക്കുന്നു. അഭിയടത്തി മതി, രാവിലെ ഇനി അവരുടെ നേരെ കയറണ്ട. ഇടത്ത് ഈ വേറെ ജോലിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാൽ ആ പിള്ളേരുടെ മക്കിട്ടാണല്ലോ കയറുന്നത്. ഓ മക്കളെ താളത്തിനകത്ത് തുള്ളാൻ നിന്ന് ഒന്നിനെ റൂമിനിട്ട് അടച്ചു പൂട്ടിയിരിക്കുന്നെങ്കിൽ അതേപോലെ പൂട്ടിയിടേണ്ടി വരും. അതൊന്ന് ഓർത്താൻ നല്ലതാ. നിങ്ങളടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മയെ കുറിച്ചൊന്നും പറയരുതെന്ന്. ഇനി നിങ്ങൾ തുറന്നു ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിന് നീ എന്തിനാടാ എന്റെ നേരെ ചടന്ന്? ഇതെന്റെ അശോകട്ടനോട് അറിഞ്ഞോണ്ടല്ലോ നിന്നെ പിന്നെ ജീവനോട് വെച്ചേക്കില്ല. ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈ വെച്ചോ പിന്നെ അവൻ ആ കൈ ഉണ്ടായിരിക്കില്ല. അവനെ തല്ലാനും കൊല്ലാനുള്ള അവകാശം ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. എടാ മോനെ സിത്തു നിക്കടാ, അമ്മ പറയുന്ന കേൾക്ക്. സിത്തു കാശി വേണ്ട, അവൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. നമുക്ക് പിന്നീട് പോവാം. ഒറ്റത്തെങ്കിൽ എന്റെ പേരെങ്കിലും ഒന്ന് വിളിച്ചു. എത്ര വർഷം ഞാനിങ്ങനെ നീറി ജീവിക്കുന്നു. എന്നെ ഈ അവസ്ഥയിലാക്കി ഒരാളെപ്പോഴും ഞാൻ വെറുതെ വിടുകയുണ്ട്. ഈ കൺമണിയെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ദിവസം കൂടുന്തോറും അവളുടെ ഗ്ലാമർ കൂടിക്കൂടി വരിക. എന്തായാലും അവൾ എന്നെ നോക്കി ചിരിച്ചില്ലേ, എനിക്കത് മതി. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ. കുമാരേട്ടോ സ്ട്രോങ് ആയിട്ട് 3 ചായ പോരട്ടെ. ഇതാ സ്ട്രോങ് ആയിട്ട് 3 ചായ കുടിച്ചോട്ടെ. 3 എടാജു അവിടെ ഇരിക്കുന്ന ലവനില് കുറച്ചു നേരമായിട്ട് നമ്മുടെ സിത്തുന് വല്ലാത്തൊരു നോട്ടം. ആരാ കുമാരേ? അറിയില്ലേ, ഇതിപ്പോ കുറച്ച് ദിവസമായി ഇവിടെ കിടന്ന് കറങ്ങുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ തന്നെ ഉണ്ട്. കണ്ടിട്ടെന്തോ കുഴപ്പക്കാരാണെന്നാ തോന്നുന്നത്.
തിരുമേനി ഈ ജാതകം ഒന്ന് നോക്കണമായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരേ നാളിലും മരണവും അതേ നാളിൽ തന്നെ ജനനവും. എന്താന്ന് വേണ്ടാത്തത്? ഉത്സവം എല്ലാം നല്ല ഭംഗിയായി തന്നെ നടക്കും. ഇപ്പൊ താൻ പൊയ്ക്കോളൂ, സൂക്ഷിക്കണം. ഇതാ ചേട്ടാ 3 ചായയുടെ കേഷൻ. ബാലൻസ് ചേട്ടൻ കയ്യിൽ വെച്ചോ. എന്നാ കുമാരേട്ടൻ ഈ ഇരിക്കുന്ന 3 ചേട്ടന്മാരോട് പറഞ്ഞേക്ക് ഓമാർപ്പണി ഓമാര് തരി എത്തിക്കഴിഞ്ഞു. ബാഗോ എന്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരാവന്മാര്? അതൊന്നുമില്ല രാജീവേട്ട, അവന്മാരാരാണെന്ന് അറിയില്ല. എന്നാ പിന്നെ ശരിയടാ, നിങ്ങളെ വൈകിട്ടൊന്ന് ഇറങ്ങിക്ക്. അതെ 3 പേര് നാളെ പാർട്ടി ഓഫീസറൊന്ന് വരണം. ശരി രാജീവേട്ട, നമുക്ക് വൈകിട്ട് കാണാം. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ രാധികേട്ടത്തി, ദേവേട്ടൻ വന്നു. മായ അച്ഛനെവിടെ? അച്ഛൻ ഉമ്മറത്തിരിപ്പുണ്ട് ദേവേട്ട. പോയ കാര്യം എന്തായി ദേവേട്ട? എന്താ മുഖം വല്ലാണ്ടിരിക്കണേ? എന്തേലും പ്രശ്നമുണ്ടോ? അതൊക്കെ പറയാം. ഞാൻ ആദ്യം അച്ഛനൊന്ന് കാണട്ടെ. ലാൽസലാം സഖാവേ. ലാൽസലാം. ഇല്ല, 3 നാളെ ഇന്ന് കണ്ടില്ലേ? പറഞ്ഞു തീർന്നില്ലല്ലോ, 3 നാള് വരുന്നുണ്ട്. മൂന്നാളുടെയും കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നീ പോയ കാര്യം എന്തായി? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. അവരെല്ലാം നാളെ എത്തും. ഇത് രാവിലെ ആ ചായക്കടയൊക്കെ ഉണ്ടാവുമാരല്ലേ? അല്ല, നിങ്ങളുടെ പേരെന്താ? നാളും പേരും പറഞ്ഞ അകത്തോട്ട് വരാൻ. ഇത് ക്ഷേത്രമൊന്നുമല്ലല്ലോ സഖാവേ, ഇതൊരു ജിമ്മല്ലേ. ആർക്ക് വേണേ വരാം പോവാം. അടിമത്തത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു സഖാവേ, ഇതിപ്പോ ഭരണകാലം. അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ? പോരാളിയാണല്ലോ. ഹലോ അമ്മ, ഞങ്ങളുടെ പുറത്തുണ്ട്. കുറച്ച് ലേറ്റാകും. ഓക്കെ നേരത്തെ എത്തിക്കോളാം. പോരാളിയാണല്ലേ? വാ പോവാ നമുക്ക്. സഹാക്കളെല്ലാം കൂടി നമുക്ക് നേരെ ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട് വായനശാലയില്. ഇപ്പൊ നമ്മുടെ വെള്ളമടി എന്നും പറഞ്ഞു. അവിടെ നിന്ന് എന്നാണോ ചോട്ടി പുറത്താക്കുന്നത്? വായിക്കുന്നവർ ഒരു സൈഡിൽ ഇരുന്ന് വായിക്കട്ടെ, നമുക്ക് മറ്റേ സൈഡിൽ ഇരുന്ന് വെള്ളമടിക്കാലോ. എന്നൂലല്ലോ, വല്ലപ്പൊരിക്കല്ലേ ഉള്ളൂ. ഇതൊന്നും അറിഞ്ഞൂടാത്ത സഹാക്കള്. ഇത് അവന്മാര് വന്ന് ചോദിക്കുമ്പോഴും ഇങ്ങനെ തന്നെ നീ പറയണം. അമ്മേ, എന്റെ അയ്യോ, ആരാ? എന്തിനാടാ കിടന്ന് വിളിക്കുന്ന പ്രാന്തമാരെ? അതാ വട്ട് തള്ളയാടാ.
എന്റെ അമ്മേ, ഞാനിപ്പോ പരലോകത്തെത്തിയനായിരുന്നു. ഈ ഇരുട്ടല്ല മായം തുടങ്ങിയിരിക്കുക. ഇവിടെ വെളിച്ച പകരും. ആ പ്രകാശം തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെന്താ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കാൻ പോകും? ഇവിടെ വെളിച്ചം വരെ ഒന്ന് പോതള്ളേ, മട്ടും പറഞ്ഞിട്ട് നടക്കാതെ. നിങ്ങൾ എന്നെ കളിയാക്കണ്ട. ഒന്നോർത്തു, ഒരു ദിവസം നിങ്ങൾ എന്നെ തേടി വരും. പൊയ്ക്കോ പൊയ്ക്കോ, ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ എന്നെ തേടി തന്നെ വരും. നിനക്ക് പുറത്തു വരാൻ സമയമായിട്ടുണ്ട്. ഒരു ദിവസം കൂടി നീ കാത്തിരിക്കും. മൂന്നാള് നേരത്തെ എത്തിയോ? ഇതാ നിങ്ങൾ പറഞ്ഞ സാധനം. നിന്നോടൊക്കെ എത്ര മണിക്ക് വരാനാടാ പറഞ്ഞത്? ഇപ്പൊ സമയം എന്തായടാ? ഒരു 2 മിനിറ്റ് അല്ല ചോട്ടാ വൈകിയത്. അതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയണം. അല്ല, നമ്മുടെ തന്തപ്പടി എത്തിയില്ലേ? ഈ ഇരുട്ടല്ല മായം തുടങ്ങിയിരിക്കുക. ഇവിടെ വെളിച്ച പകരും. ആ പ്രകാശം തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾ എന്നെ തേടി വരും. അത് ശരിയാ. വന്നപ്പോ മുതൽ ഞാനും സത്യനും ശ്രദ്ധിക്കുന്നത്. എന്താടാ, എന്ത് പറ്റി? ഓ, അതൊന്നുമില്ല ബാലേട്ടാ. ആ വട്ടതല്ല എന്താ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ, സന്ധ്യയായി കഴിഞ്ഞ ആ വഴി വരാൻ പാടില്ലാന്ന്. എന്തായാലും നമ്മൾ ഇനി ഉത്സവം കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കൂടുള്ളൂ. ഉത്സവം എന്നിട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് പറയണ, വല്ലപ്പോഴേക്ക് വീട്ടിലെങ്കിലും കയറണം. എന്നാലേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അതിന് ഉത്സവമാണെന്ന് കൃഷ്ണേട്ടനോട് ആരാ പറഞ്ഞത്? അത് വരുന്ന വഴിക്ക് അജുവിന്റെ അച്ഛനെ കണ്ടിരുന്നു. ദേവനാ പറഞ്ഞത് ഈ വർഷം ഉത്സവം നടത്താൻ പോവാണെന്ന്. സിത്തോട്ട, ഈ ദിവസം നമുക്കൊന്ന് പിള്ളേർക്കുള്ളൊക്കെ സിത്തോട്ട ലോകം ഒരു പാട്ട് എന്താ തുടങ്ങിക്കോ? പോടാ, എനിക്കങ്ങ് വയ്യ. നീ ഇരുന്ന് പാട്. ഒന്ന് പാട് സിത്തു. ഈ കൂട്ടത്തിൽ പാട്ട് പാടാൻ അറിയാവുന്നത് നിനക്കല്ലേ ഉള്ളൂ. അപ്പൊ ഒന്ന് പാടിക്കേ. Damn it. Plan success. Good job. ഒന്ന് പോയി കോളിക്ക് ചേട്ടാ, മാറിയിട്ട് കയ്യ. എന്തേ ബാക്കി 2 എഴുതിയിട്ടില്ലേ? എന്റെ സൂര്യ ഭഗവാനെ, ഇന്ന് ഞങ്ങൾക്ക് നല്ല ബുദ്ധി ലഭിക്കണേ. എന്റെ ദൈവമേ, ഈ ചേട്ടന്റെ ഉള്ള ബുദ്ധിയും കൂടെ പോയോ? രാധികെ മായേ, രാധിക എവിടെ പോയി? രാധികേട്ടത്തി മാതങ്കിയുടെ മോൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞു പോയിരിക്കുക. എന്നോടൊന്നും പറഞ്ഞില്ല. ദേവേട്ടാ, ചായ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ശരി മായേ,
ആ കൂട്ടത്തിലേ 3 പേട്ട് തേങ്ങയുണ്ടെങ്കിൽ എടുത്തങ്ങ് കളഞ്ഞേക്ക്. എന്താ കേട്ട പറഞ്ഞേ? ഒരു ഉപയോഗവും ഇല്ല. പറഞ്ഞു തീർന്നില്ലല്ലോ. 2ാമത്തെ പേട്ട് തേങ്ങ എത്തിയല്ലോ. ഇനി 3ാമത്തെ പേട്ട് തേങ്ങ എപ്പോ വരുമോ എന്തോ. എന്താടാ നിന്റെ തന്തപ്പടി രാവിലെ ഊക്കി വീണുവാണല്ലോടാ. വാ നമുക്ക് പോയി കുളിക്കാം. എന്റെ തല ഇതെന്താ ഇങ്ങനൊരു സ്വപ്നം? ആരായിരിക്കും ഇത്? രാധു അമ്മ, അവന്മാരെന്തേ? നീ എഴുന്നേറ്റ സിത്തു. അവന്മാര് രണ്ടും കൂടെ ഇപ്പൊ പോയതേ ഉള്ളൂ. പോയി കുളിച്ചിട്ട് വാച്ചല്ലേ. എന്നെ വിളിക്കാതെ പോയത് എന്റെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അതെ, 3 കൂടെ അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞോണ്ടിരിക്കരുത്. പെട്ടെന്ന് കുളിച്ചിട്ട് വരണം. യശോദേ, എന്താടാ പുല്ലേ, മര്യാദക്ക് നിന്ന് കുളിക്കടാ. നിനക്കെന്താ വയ്യേ? ഇവനെന്താണ് ഇഞ്ചി അടിച്ചണ്ണാനെ പോലെ ഇരിക്കുന്നത്? എടാ സത്തു, നീ ഇന്നലത്തെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയാണോ? എടാ അതങ്ങ് വിട്ടുകളെ. ആ തലയ്ക്ക് വട്ട. ഏയ് അതൊന്നും അല്ലടാ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം? എന്താ സ്വപ്നം? എന്താടാ കണ്ടത്? പറ്റിയതാണോ? എന്താ നീ കണ്ടത്? ബാക്കി പറ. അതും ഒരു പെണ്ണിന്. അത് അവളുടെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. കയ്യിലൊരു കുന്തോ കുടച്ചക്രോ എന്തൊക്കെയുണ്ടായിരുന്നു. കണ്ട പേടിയാവൂടാ. പിന്നെ നീ കണ്ടത് വല്ല ഡ്രാക്കുളയുടെ അനിയത്തിനെയൊക്കെ ആയിരിക്കും. അവരെ കണ്ണാണല്ലോ ഈ ചുവന്നിരിക്കുന്നത്. തെണ്ടി വെറുതെ കൊതിപ്പിച്ച്. കോഴി നിന്റെ ഏട്ടാ ഹാരി. പോയി അവനെ വിളി കൂരിപ്പേ. സാരമില്ല, അവൻ വെറുതെ പറഞ്ഞതാ. നീ ചെല്ലെ, ഞങ്ങള് വന്നേക്കാം. എന്താ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അംബികെ, നീ പോയി ദേവനെ വിളിച്ചിട്ടുണ്ടോ? ശരി അച്ഛാ, ഞാൻ വിളിച്ചിട്ട് വരാം. അശോകേട്ടാ, ആ ബാഗ് എന്താ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏട്ടനെങ്കിലും എന്താന്ന് വെച്ചാൽ കാര്യം പറയേ. ഇതിപ്പോ ആരും ഒന്നും പറയാതിരുന്ന ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനാ? ഓ, അപ്പൊ എന്തായാലും ഇത്തവണയും ഉത്സവം ഗോവിന്ദ ഒരു നശിച്ചവള് കാരണം ഈ പ്രശ്നം അത്രയും ഉണ്ടായത്. മൂന്നിന്റെ അടുത്താ പറയുന്നത് ഉത്സവം കഴിയുന്നത് വരെ ഇവിടെ തന്നെ കാണണം. മൂന്ന് ഒരു പ്രശ്നത്തിനും പോവാൻ. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ പ്രശ്നമൊക്കെ ഉണ്ടായെന്നിരിക്കും. എന്താ നീ പറഞ്ഞത്? കേട്ടില്ല. എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന്? ഓ, അതൊന്നുമില്ല അച്ഛൻ. ആ വെറുതെ പറഞ്ഞതാ. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്തായാലും ഉത്സവം കഴിയുന്നത് വരെ ഹരിതേനെ അച്ഛനെ ഹരിപോയി വിളിച്ചോണ്ട് വരട്ടെ. എല്ലാരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്താടാ മൂന്നിനൊരു കള്ളലക്ഷണം? കുറച്ചു ദിവസം എവിടെ ആയിരുന്നു മൂന്ന്? ഏയ്, ഞങ്ങൾക്കൊരു കള്ളലക്ഷണമില്ല. ഏട്ടന് വെറുതെ തോന്നിയതാ. മൂന്നിനെ ഞാൻ പൊക്കിക്കോളാം.
എന്തായാലും ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ അമ്പലത്തിൽ പോയി ഒരു പൂജ ചെയ്യണം. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതോടെ അങ്ങ് മാറട്ടെ. അത് ദേവൻ പറഞ്ഞത് ശരിയാ അച്ഛ. എന്തായാലും നാളെ ക്ഷേത്രത്തിൽ പോയി ഒരു പൂജ കഴിപ്പിക്കുന്നത് നല്ലതാ. എല്ലാവർക്കും കൂടി പോവാം. അച്ഛൻ വിഷമിക്കാതിരിക്കെ. എന്തായാലും ഈ തവണ ഉത്സവം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും. എല്ലാ വർഷവും ഇത് തന്നെയാ പറയുന്നത്, നല്ല ഭംഗിയായിട്ട് നടക്കും. ഇത്തവണയെങ്കിലും ഒന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. ഇനി എന്താപത്താ വരാൻ പോകുന്നത് എന്റെ മഹാദേവ.